നാം റഹ്മാനായ റബ്ബിനോട് ധാരാളമായി പ്രാർത്ഥിക്കുന്നവരാകണം എന്നതുകൂടി അതിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഒരു മുസ്ലിം ഹറാമല്ലാത്ത കാര്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന കാലത്തോളം അവരുടെ പ്രാർത്ഥനക്കുത്തരമുണ്ട്. 3 രൂപത്തിലായിരിക്കും പ്രാർത്ഥനക്കുത്തരം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇമ്മ അൻ യുഅജ്ജില ലഹു ബിഹാ. ആ ചോദിച്ച ദഅവത്തുണ്ടല്ലോ, ആ പ്രാർത്ഥന അള്ളാഹു വളരെ പെട്ടെന്ന് തന്നെ അയാൾക്ക് ഉത്തരം നൽകും. ചോദിച്ച കാര്യം ഉടനെ ലഭിക്കും. അതാണ് ഒരു രീതി. എന്നാൽ ചിലതോ വഅയ്യദ്ദഖറഹു ലഹു ഫിൽ ആഖിറ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ദുആയെ പരലോകത്തേക്ക് മാറ്റിവെക്കും. എന്ന് പറഞ്ഞാൽ അതിനുള്ള പ്രതിഫലം പരലോകത്ത് ലഭിക്കും. അല്ലെങ്കിൽ ഇമ്മ അൻ യസ്രിഫ അൻഹു സുഅ മിസ്ലഹു. അവരറിയാത്ത ഒരു തിന്മയിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിക്കും. നമ്മളറിയില്ല അത്, പക്ഷേ അള്ളാഹു നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ സുരക്ഷിതരായിട്ടുള്ളത്. അതേതായിരുന്നു നമുക്കറിയില്ല, റബ്ബിനറിയാം. നമ്മെ ബാധിക്കുന്ന ഒരു ഷർറിനെ അള്ളാഹു തടയും. നമ്മൾ ചോദിച്ചത് വേറൊരു കാര്യമായിരിക്കും, പക്ഷേ അള്ളാഹു മറ്റൊരു അതിനേക്കാൾ ഗൗരവമുള്ള വിഷയത്തിൽ നിന്ന് നമ്മെ സംരക്ഷിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ ദുആ നടത്തിയാൽ അത് ഇബാദത്താണ്, അതിന് പരലോകത്ത് പ്രതിഫലമുണ്ട്. ചിലത് ഉടനെ ലഭിക്കേണ്ടതാണെന്ന് റബ്ബിനറിയാമെങ്കിൽ ഉടനെ തന്നെ നൽകുകയും ചെയ്യും. സ്വഹാബത്ത് പറഞ്ഞു, ഇദൻ നുക്സിർ, എങ്കിൽ ഞങ്ങൾ ധാരാളമായി ദുആ ചെയ്യും. പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു അക്സർ, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ധാരാളമായി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. എത്രമാത്രം ദുആ ചെയ്യുന്നുവോ അത്രമാത്രം ഗുണമുണ്ട്. ദുആ ചെയ്തിട്ടും എന്താണ് അള്ളാഹു കേൾക്കാത്തത് എന്ന് പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യുസ്തജാബു ലി അഹദികും മാ ലം യസ്തഅജിൽ. നിങ്ങൾ തിരക്ക് കൂട്ടാത്ത കാലത്തോളം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. എന്താണ് തിരക്ക് കൂട്ടൽ എന്ന് നബിയോട് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ പറയലാണത്, ദഅഉതുല്ലാഹ് ഫലം യുസ്തജബ് ലി. ഞാൻ കുറേ ദുആ ചെയ്തു, എത്ര ദുആ ചെയ്യുന്നു, എന്താണ് ഉത്തരം കിട്ടാത്തത് എന്ന് പറയരുത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നുണ്ട്. ചിലത് നമുക്കറിയാൻ കഴിയും, ചിലത് നമുക്കറിയാത്ത രൂപത്തിൽ അല്ലാഹു നമുക്ക് ഉത്തരം നൽകുന്നുണ്ട്. ഒരുപാട് ഷർറുകളിൽ നിന്ന് അല്ലാഹു നമ്മെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ദുആകളിൽ മടുപ്പുണ്ടാകാൻ പാടില്ല. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. ഉന്നതമായ നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. ആ നാമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കൂ. വഖാല റബ്ബുകും ഉദ്ഉനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറയുന്നത്, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ച് ഞാൻ ഉത്തരം തരാമെന്നാണ്. റഹ്മാനായ റബ്ബിൻ്റെ ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ഏത് പ്രയാസങ്ങളാകട്ടെ, പരീക്ഷണങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, റബ്ബിലേക്ക് കൈകളുയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ അലസതയോ മടിയോ വെറുപ്പോ നിരാശയോ കാണിക്കാതിരിക്കുക. ഉത്തരം കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നെ റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്താൽ ഖൈറുകൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ.